അവർ പറയുന്നു, ഭഗവാൻ ശിവൻ നൃത്തം ചെയ്യുമെന്ന്. ശിവൻ നൃത്തം ചെയ്യുമ്പോൾ ഈ ലോകം വിറയ്ക്കുന്നുവെന്ന്, ഈ പ്രപഞ്ചം തന്നെ നശിപ്പിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണത്രേ ഈ നൃത്തത്തെ സംഹാര താണ്ഡവമെന്ന് വിളിക്കുന്നതത്രേ. താണ്ഡവത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ ഇതിനെക്കുറിച്ച് ലഭ്യമാണ്. താണ്ഡവത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. അതിലൊരു കാഴ്ചപ്പാട് നമുക്കിന്ന് കേൾക്കാം. ഇവർ പറയുന്നു, സത്യമറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും താണ്ഡവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന്. ശിവനെ പ്രാർത്ഥിക്കുന്നവർ, ശിവനിൽ ധ്യാനിക്കുന്നവർ, അല്ലെങ്കിൽ പൊതുവെ ധ്യാനിക്കുന്നവർ, അവരാഗ്രഹിക്കുന്നത് എന്താണ്? സത്യത്തെ അറിയുക, അവരുടെ ഉള്ളിനെ അനുഭവിക്കുക. എല്ലാവരുടെ ഉള്ളിലും, എല്ലാവരുടെ കേന്ദ്രത്തിലും എന്തോ ഒന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ ഈ കേന്ദ്രത്തെ പല പേരിൽ വിളിക്കുന്നു. ചിലർ ഇതിനെ പരമാത്മാവെന്ന് വിളിക്കുന്നു, ചിലർ ഇതിനെ പരിശുദ്ധമായ ബോധമെന്ന് വിളിക്കുന്നു, ചിലർ ഇതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും എല്ലാവരും കേന്ദ്രത്തിൽ എന്തോ ഒന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതിനെ തിരിച്ചറിയുന്നു. ഇതിനെ അനുഭവിക്കുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്കും ഈശ്വരനുമിടയിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഒരൊറ്റ ആൾ മാത്രം, അത് നിങ്ങൾ തന്നെയാണ്. വേറെ ആരും നിങ്ങൾക്കും ദൈവത്തിനിടയിലില്ല. ദൈവത്തിനും നിങ്ങൾക്കുമിടയിൽ നിങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കൂ, മനസ്സെന്നാൽ എന്താണ്? ചിന്തകളുടെ ഒരു കളക്ഷനാണ്. ചിന്തകൾ കൊണ്ട് നമ്മളൊരു ലോകത്തെ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ലോകങ്ങളെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഓരോ വ്യക്തിക്കുമുള്ളിൽ ഒരുപാട് ലോകങ്ങളുണ്ട്, ശരിയല്ലേ? ഒരുപാട് ചിന്തകളുണ്ട്. ചിന്തകൾ ചേർന്നതാണ് മനസ്സ്. ചിന്തകളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. വളരെ പ്രയാസമാണത് ആലോചിക്കാൻ. പക്ഷെ ചിന്തകളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ചിന്തകളില്ലാത്ത അവസ്ഥയെന്നാൽ മനസ്സ് തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. മനസ്സില്ലാത്ത അവസ്ഥയാണത്രേ ഈശ്വരൻ. അതായത് ഓരോ വ്യക്തിക്കും അവർക്കും ദൈവത്തിനുമിടയിൽ നിൽക്കുന്നത്, അവർക്കും ദൈവത്തിനുമിടയിൽ തടസ്സമായി നിൽക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. അത് അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ലോകങ്ങളാണ്. ഇവിടെയാണ് ശിവന്റെ താണ്ഡവത്തിന് ഒരുപാട് പ്രസക്തിയുള്ളത്. നമ്മൾ കുറച്ചു മുന്നേ കൂടി പറഞ്ഞതാണ്, ശിവന്റെ താണ്ഡവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. അതിൽ പ്രശസ്തമായ ഒന്ന്, താണ്ഡവം നടക്കുമ്പോൾ ഈ ലോകം തന്നെ ഇല്ലാതാകുന്നു എന്നതാണ്. ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ധ്യാനത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അവരുടെ ഉള്ളിലെ പരിശുദ്ധമായ ബോധത്തെ സ്പർശിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ശിവൻ ഒരു ഗൈഡായി മാറുന്നു അത്രേ. ശിവന്റെ താണ്ഡവത്തിന്റെ സഹായത്തോടെ അവരുടെ ഉള്ളിലെ എല്ലാ ലോകങ്ങളും ഇല്ലാതാവുന്നു അത്രേ. ചിന്തകൾ ഇല്ലാതാവുന്നു അത്രേ. അഹങ്കാരം ഇല്ലാതാകുന്നു അത്രേ. ഈഗോ ഇല്ലാതാകുന്നു അത്രേ. ഞാൻ എന്ന ചിന്ത ഇല്ലാതാകുന്നു അത്രേ. മനസ്സ് തന്നെ ഇല്ലാതാകുന്നു അത്രേ. പിന്നെയുള്ളത് പരിശുദ്ധമായ ബോധം മാത്രമാണ്. ഇത് ശിവന്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. നോക്കൂ, വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമുണ്ട്. ശിവ എന്ന പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ചിലത് നല്ലത്, ഐശ്വര്യം എന്നൊക്കെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണത്. കാരണം ഭഗവാൻ ശിവന്റെ ഡ്യൂട്ടി സംഹാരമാണ്. സംഹാരമെന്നാൽ നശിപ്പിക്കുക എന്നർത്ഥം. അതും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെയല്ല, ഈ പ്രപഞ്ചത്തെ തന്നെ, ഈ മുഴുവൻ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ആളാണ് അദ്ദേഹം. ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് നല്ലത്, ഐശ്വര്യം എന്നൊക്കെ അർത്ഥം വരുന്നൊരു പേര് കൊടുത്തത്? പഴയ ആൾക്കാർക്ക് അബദ്ധം പറ്റിയതല്ല. അവർക്ക് ഒരു കാര്യം നല്ലപോലെ മനസ്സിലായിരിക്കുന്നു. മോശമായ പഴയ കാര്യങ്ങൾ നശിച്ചാൽ മാത്രമേ ഒരു നല്ല പുതിയ കാലത്തിന് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ, അഹങ്കാരം, നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ലോകങ്ങൾ, അവയെ നശിപ്പിക്കുക. എന്നിട്ട് പരിശുദ്ധമായ ബോധത്തെ കൊണ്ടുവരിക, അതിനെ അനുഭവിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം നല്ലവനാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഐശ്വര്യമാകുന്നത്. പറയുന്നത്, താണ്ഡവമെന്ന നൃത്തത്തെ എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ്. താണ്ഡവമെന്ന നൃത്തത്തെ സ്വീകരിക്കുന്നവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അല്ലാത്തവർക്ക് സ്വാതന്ത്ര്യം
കിട്ടുകയേയില്ല. നിങ്ങൾ ആ നൃത്തത്തെ സ്വീകരിക്കുമോ?